നമ്മൾ അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും അറിയാലോ, ഇത് ചക്കക്കാലമാണ്. നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ദിനവും ചക്ക വിഭവങ്ങളായിരിക്കും. ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചും അടുത്തവർക്ക് ഇതാ കുറെ വെറൈറ്റി വിഭവങ്ങൾ വരികയാണ്. വൈവിധ്യമാർന്ന ചക്ക വിഭവങ്ങളുമായി എത്തിയിരിക്കുന്നത് ആർ രാജശ്രീയാണ്. ചക്കയിലെ പരീക്ഷണങ്ങൾക്ക് 2021 സംസ്ഥാന സർക്കാരിന്റെ ഫാം അവാർഡ് സ്വന്തമാക്കിയ സംരംഭകയാണ് രാജശ്രീ. സ്വാഗതം. ഒരു ചക്കക്കാലത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോ അതെ, 450ഓളം ചക്ക വിഭവങ്ങൾ, അതും നമ്മൾ സാധാരണ കാണുന്ന ചക്ക തോരനോ ചക്ക അവിയലോ അങ്ങനൊന്നും അല്ല, അല്ലെ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്ന് താങ്കൾ തന്നെ പറയൂ പ്രേക്ഷകരോട്. ചക്കയുടെ പാസ്ത, മെയിനായിട്ട് ചക്കയുടെ പൊടിയാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത നല്ല വിളഞ്ഞ ചക്ക ഉണക്കി വെച്ചാൽ നമുക്ക് ഒരു വർഷം വരെ അതിനെ ഉപയോഗിക്കാനും പറ്റും. അതിനെ പൊടിച്ച് പലതരം വിഭവങ്ങൾ ആട്ടയ്ക്കും മൈദയ്ക്കും പകരമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ അതിൽ നിന്നുള്ള പാസ്തയും പിന്നെ പഴുത്ത ചക്കയുടെ പായസം, അരവണ, പനസാമൃതം, പഞ്ചാമൃതം പോലുള്ള പായസങ്ങൾ, പിന്നെ ചക്കയും മില്ലറ്റും എല്ലാം കൂടെ ചേർത്തുള്ള കൂട്ടുകഞ്ഞി, സൂപ്പ് മിക്സ്, ചക്കക്കുരുവിന്റെ ചോക്ലേറ്റ്, ചക്കയുടെ ബർഗർ, ഇടിച്ചക്കയുടെ തന്നെ നിരവധിയായിട്ട് നമുക്ക് മട്ടന്, ബീഫ്, ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള കറികളും അതിന് സ്നാക്സും എല്ലാം അതിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ചക്ക അവിയലും ഒക്കെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് വരുന്ന വിളഞ്ഞ ചക്കയാണ് നമ്മളെല്ലാം പാഴാക്കി കളയുന്ന കൂഴച്ചക്ക. നമുക്ക് പഴുത്ത വളരെ സ്വീകാര്യത കുറവാണ്. അപ്പൊ അതിനെ നമ്മൾ വിളഞ്ഞു കഴിയുമ്പോൾ പഴുക്കുന്നതിന് മുമ്പുള്ള പാകത്തിൽ ബ്ലാഞ്ചിങ് ചെയ്ത് നന്നായിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പുഴുക്കുണ്ടാക്കാം. പിന്നെ അത് പൊടിച്ച് ഈ പറഞ്ഞ പോലെ ആട്ടയ്ക്കും മൈദയ്ക്കും പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്കതെല്ലാം സ്നാക്സും എല്ലാം തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് വീട്ടമ്മമാർക്കൊരു വരുമാനവും കണ്ടെത്താൻ പറ്റും. ഈ ചക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ചക്ക ഇങ്ങനെ നേരത്തെ ഒരു ചക്കക്കാലം വളരെ കുറച്ച് നാളല്ലേ ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ചക്ക കിട്ടാതെ വരും. ഈ ചക്കപ്രേമികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല പല രാജ്യങ്ങളിലായിട്ട് കിടക്കുകയാണ്, അല്ലെ? ഇവിടുന്ന് പോയ മലയാളികൾ ഒരുപാട് പേര് ചക്ക ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ വളരെ വില കൊടുത്തൊക്കെ ഈ സീസണിലല്ലാത്ത സമയത്തൊക്കെ വാങ്ങുന്നതൊക്കെ നമ്മൾ കാണാറും അറിയാറുമുണ്ട്. ചക്ക എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിന് എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണോ ഈ പ്രിസർവ് ചെയ്യുന്നത്? അല്ല, നമ്മൾ പക്ഷെ ഉണങ്ങി വെക്കുന്ന ചക്കയിൽ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് പോലും ഉപയോഗിക്കുന്നില്ല. അത് ഒരു വർഷത്തിൽ കൂടുതൽ അത് കേടാവാതിരിക്കും. പൊടിച്ചാൽ മാത്രമേ 6-8 മാസം ഇരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊടിക്കാതെ വെച്ച ഒരു വർഷം വരെ എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമുക്ക് കേട് കൂടാതെ വെക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയോ അതിന്റെ ഉണക്കുന്നത് നമ്മൾ ഒരേ യൂണിഫോം ആയിട്ട് ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കും. കട്ടിയുള്ള 2 ഭാഗം മുറിച്ച് മാറ്റിയിട്ട് 4ആയിട്ട് കീറി ചിപ്സിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ നീളത്തിൽ കട്ട് ചെയ്താൽ പക്ഷേ ഈ 2 മടക്കിനകത്തിൽ പൂപ്പൽ കയറിയിരിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അത്രയും സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. 2 അറ്റം മുറിച്ചു മാറ്റി അത് കളയണ്ട. അത് വേറെ ഉണക്കി നമുക്ക് ആദ്യം പൊടിക്കാനും ആദ്യം പുഴുക്കുണ്ടാക്കാൻ എടുക്കാം. എന്നിട്ട് 4ആയിട്ട് കയറിയിട്ട് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് അല്ലെങ്കിൽ പുതിയ തോർത്തിലിട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട്, മെഷീനൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അതില് ഇങ്ങനെ മുക്കി പൊക്കി എടുത്താൽ മതി. 1 2 3 4 നല്ല തിളച്ച വെള്ളത്തിൽ യൂണിഫോം ആയിട്ട് കട്ട് ചെയ്ത് ഇപ്പൊ 1 കിലോ 2 കിലോ നമ്മൾ എടുക്കുന്ന എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്രയും എടുത്തിട്ട്, ഇപ്പൊ ഡ്രയർ ഒന്നും ഇല്ലാത്തവരാണ് അത് രാവിലെ എടുക്കണം. ആദ്യം നല്ല വെയിൽ കൊള്ളണം, 4 ദിവസം വെയിൽ കൊള്ളണം. ആദ്യത്തെ ദിവസം ചിലപ്പം അതിന് ഇച്ചിരി ഒട്ടൽ വരും. അപ്പം നമ്മളത് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലെങ്ങാനും നിരത്തിയിട്ടിട്ട് ഫാൻ ഇട്ടിടണം, അല്ലെങ്കിൽ രാത്രിയിൽ ഇരുന്ന് ഒട്ടിപ്പോവും അത്. അപ്പൊ അത്രയും നമ്മൾ മെനക്കെട്ടെടുക്കുന്നതായതുകൊണ്ട് അപ്പൊ ഒരു 4 ദിവസം നല്ല വെയിലിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിന് നല്ല ചക്കയാവും. അതിനെ പിന്നെ കവറിലോ വല്ലോ അല്ലെ എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിരുന്നു. 4-5 ദിവസം നല്ല വെയില്, നല്ല കിലുകില സൗണ്ട് കേൾക്കുന്നവരെ ഉണങ്ങണം. അപ്പൊ നമുക്ക് ആ ചക്കക്കുരുവും ആ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടിട്ട് കുറച്ചുകൂടെ തിളപ്പിച്ച് കത്തി കയറുന്ന പരുവം വരെ ആക്കി തിളപ്പിച്ചിട്ട് അതിനെ 4ആയിട്ട് കയറിയിട്ട് പ്ലാസ്റ്റിക് തൊലി ഉണങ്ങുമ്പോൾ പോയി കഴിഞ്ഞാൽ അതും അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതിൽ നിന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ചക്ക, ഉണക്കിയ ചക്ക പൊടിക്കാതെ എത്ര നാളിരിക്കും? 1 വർഷം വരെ ഇരിക്കും. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കിപ്പോഴും സംശയം. നമ്മൾ അങ്ങനെ വെച്ചിരിക്കും. നമ്മൾ പക്ഷെ നല്ല തിളച്ച വെള്ളം വേണം, നന്നായിട്ട് ഉണങ്ങണം. ഡ്രയറിൽ ഉണങ്ങുന്ന ചക്കയാണ് 1 വർഷത്തിൽ കൂടുതൽ നമ്മുടെ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഈ മാങ്ങാത്തീര നമ്മൾ ഉണ്ടാക്കി അത് പഴുത്തതിന്റെ ഇത് പച്ചച്ചക്ക ഇങ്ങനെ ചക്കത്തരയും ഉണ്ടാക്കാം. പക്ഷെ ഇത് പച്ചച്ചക്ക ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. പിന്നെ ഫ്രോസൺ ആയിട്ട് കറണ്ട് പോകാത്ത സ്ഥലമാണെങ്കിൽ 1 വർഷം വരെ അതും ഇരിക്കും. ഇപ്പൊ ഞാൻ പായസം വെച്ചോണ്ട് വന്നിരിക്കുന്നത് 1 വർഷമായിട്ടിരുന്ന ചക്കയാണ്. എന്തൊക്കെ ഞങ്ങൾക്ക് ആദ്യം എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കട്ടെ. ആദ്യം എന്തൊക്കെ വിഭവങ്ങളാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്നൊന്ന് പറയൂ, ഒന്ന് കാണിക്കാമോ പ്രേക്ഷകർക്കായിട്ട്? ഈ ചക്കയുടെ സമോസ, ചക്കയുടെ ബർഗർ, ചക്ക കൊണ്ടുള്ള ബർഗറാണ്. ചക്കയുടെ ബർഗർ, ഷവർമയുണ്ട്. പക്ഷെ കൊണ്ടുവന്നു ഇത് പിന്നെ മോമോസ്, സ്വീറ്റും ഉണ്ടാക്കാം. നമുക്ക് അങ്ങേയറ്റത്തിരിക്കുന്നത് ഇത് പോപ്കോൺ, ചിക്കൻ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കാം. ചിക്കൻ പോപ്കോൺ, സോറി ചക്ക പോപ്കോൺ. ഓക്കെ, ചക്ക പോപ്കോൺ ആണ്. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ.
നല്ലതാണ്. ചക്കയാന്ന് പറയത്തില്ല. അതെ. അപ്പൊ ചക്ക പോപ്കോൺ ഉണ്ട്, ബർഗർ ഉണ്ട്, പിന്നെയോ പിന്നെ ചക്കയുടെ പായസം, പിന്നെ ചക്കയും മില്ലറ്റും കൂടെ ചേർന്നുള്ള സൂപ്പ് മിക്സും, പിന്നെ ഒരു കൂട്ടുകഞ്ഞി മിക്സ്. ഇപ്പം നമുക്ക് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാനും ചക്ക എടുത്തൊക്കെ വെച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റും. അങ്ങനെ അത് എല്ലാം ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതിനകത്ത് മസാല എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്കറിൽ തിളപ്പിച്ചാൽ മതി. ചക്കയും മില്ലറ്റും കൂടെ ചേർന്നതാണ്. പിന്നെ അതുപോലെ മില്ലറ്റും ചക്കയും കൂടെ ഉള്ള സൂപ്പ് മിക്സും ഉണ്ട്. സൂപ്പ് മിക്സ് ഉണ്ട്, അത് ഇൻസ്റ്റന്റ് ആണല്ലോ. അതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. പിന്നെ ഇടിച്ചക്കയുടെ സൂപ്പ് മിക്സ് ഉണ്ട്. അതും ഡയബറ്റിക്കാർക്കൊക്കെ നല്ലതാണ്. വൈകിട്ടൊക്കെ നമുക്ക് ഇതൊക്കെ എടുക്കാനല്ലേ പാട്. സത്യം, ചക്ക ഒരിക്കലൊരു പണിയാണ്. അതാണ് നമുക്ക് ചെലവ് കൂടുന്നത്. അതിന് താഴെ ഇറക്കലും ഒരിക്കലും ആണ് നമുക്ക് ചെലവുള്ളത്. ബാക്കി നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും വേഗം. ആളുകൾ ഇതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഇത്രയും വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കൽ വാങ്ങിക്കുന്നവരാണ് ഈ ചക്കപ്പൊടിയൊക്കെ. എനിക്ക് ഇന്ത്യയിൽ നിന്നും പുറത്ത് വിദേശത്തു നിന്നെല്ലാം ഓർഡർ ഉണ്ട്. അത് ഒരിക്കൽ വാങ്ങിക്കൊണ്ട് പോയവരാണ് വീണ്ടും വാങ്ങിക്കുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പിന്നെ അവര് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കുന്നവരുമാണ് എന്റെ കസ്റ്റമേഴ്സ് കൂടുതൽ. ഞാൻ ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോപ്പുകളിലൊന്നും അധികം കൊണ്ടുവയ്ക്കാറില്ല. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് തീർന്നു കഴിഞ്ഞാൽ അടുത്തത് അതെ, എന്നുവെച്ചാൽ അതിന് അതേ രീതിയിൽ കിട്ടണമെന്നുള്ള ഒരിത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ, പക്ഷെ അതിന് അവർക്ക് വാങ്ങിക്കുമ്പം അവര് പൊടി കലക്കി കുടിക്കുന്നവർ വരെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ചക്കപ്പൊടി നമ്മുടെ ഈ പുട്ടുപൊടി പോലെ, പക്ഷെ അതിന്റെ അകത്ത് നമ്മൾ ചക്ക മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചക്കപ്പൊടി മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പുട്ടുപൊടിയോ അല്ലെങ്കിൽ നമ്മള് മില്ലറ്റ് പൊടിയൊക്കെ ചേർത്ത് പുട്ടുണ്ടാക്കുക. പുട്ട് ഇടിയപ്പമാണ് നല്ല സൂപ്പറായിട്ട് ചക്കപ്പൊടിയുടെ പറ്റുന്നത്. ചപ്പാത്തി, പൂരി, കേക്ക്. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചക്കയുടെ പൊടി കൊണ്ടും ചക്ക പൾപ്പ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചക്കപ്പൊടി കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. കപ്പ് കേക്കും അല്ലാത്ത കേക്കും എല്ലാം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് അതിൽ നിന്ന് നമുക്ക് ആട്ടയ്ക്കും മൈദയ്ക്കും പകരമായിട്ട്, പക്ഷെ അതിൻ്റെ കൂടെ വേറെ പൊടികളൂടെ ചേർക്കണം. ഞാൻ തനിയെന്ന് പറയത്തില്ല. തനിയെ എനിക്ക് 1-2 സാധനം മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ പൊടി. അല്ലാതെ ഒറ്റയ്ക്ക് അത് പറ്റത്തില്ല. ബാക്കിയെല്ലാം ചെയ്യാം. എനിക്ക് എങ്ങനെയാ ഐഡിയ കിട്ടിയത്? ചക്ക എന്ന് പറഞ്ഞ് നമുക്ക് നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് കിട്ടുന്നതാണെങ്കിലും നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ചക്ക അടർത്തി വെച്ചിരിക്കുന്ന ചക്കയൊക്കെ വളരെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ ഇത് അതിനെ കുറെ കാലം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാന്നൊക്കെയുള്ള എങ്ങനെയാ ഒരു ഐഡിയ വന്നതെന്ന് പറഞ്ഞാല്, ഞാൻ ഒരു 25 വർഷമൊക്കെ മുന്നേ അമ്മയൊക്കെ ഇത് വെറുതെ വീട്ടിൽ ഒത്തിരി ചക്കയുണ്ട്. നാട് ആലപ്പുഴ ജില്ല നൂറനാട്. അപ്പൊ അവിടെ വെറുതെ അമ്മയൊക്കെ ഇങ്ങനെ ഈ ചക്ക എടുക്കുമ്പോ സീസണിൽ കുറച്ച് ചക്ക, നമ്മളൊക്കെ പുറത്തു പോയപ്പോഴാണ് അമ്മ ചക്ക ഉണങ്ങി വെക്കും. ചക്കക്കുരു ഉപ്പും മഞ്ഞളും പുരട്ടി ഉണങ്ങി തന്നു വിടും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ അത്ര താല്പര്യം ഇല്ലായിരുന്നു. ഉണക്ക കപ്പയുടെ ഒരു ടേസ്റ്റ് വരെ താല്പര്യമില്ല. അങ്ങനെ എന്റെ കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. എല്ലാം നമ്മള് ആട്ടയ്ക്കും മൈദയ്ക്കും ഈ ഇത് പൊടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്ന ഒരു ചിന്ത വന്നു. അപ്പൊ അത് അങ്ങനെ നാട്ടിലെല്ലാ വർഷം ജൂലൈയിലൊക്കെ വരുമ്പോഴത്തേക്കും നിറയെ ഇങ്ങനെ പഴുത്ത് വീഴുകയും ചെയ്യും. ഇഷ്ടം പോലെ ചക്കകൾ. ഞങ്ങളുടെ 4-5 വീട്ടില് ഒത്തിരി ചക്കകളുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ അട്ട കയറി വരുന്ന ഒരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല വലിയ ജൈവ ഫലമായിട്ടുള്ള ചക്ക ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നു. അന്നേരമാണ് നമുക്ക് ചെറുതിലേ ഒന്നും താല്പര്യം ഇല്ലായിരുന്നു. അത്രയൊക്കെ വയസ്സായപ്പോ ഒരു താല്പര്യം വന്നു. അന്നേരം പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പം കായംകുളം കേവിക്കൽ ഇത് മണമില്ലാതെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്നുള്ള ഒരു ചിന്തയില്ല. പാസ്ത ചെയ്യണമെന്നായിരുന്നു എന്റെ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കാൻ സമയം കിട്ടുമായിരുന്നു അന്നൊക്കെ. അന്നേരം ഇങ്ങനെ ആലോചിച്ചപ്പോ ചക്കയുടെ പാസ്ത ചെയ്യണമെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ വന്ന് കായംകുളം കേവിക്ക് പോയപ്പോ മാഡം ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതി ഇതെല്ലാം പഠിപ്പിച്ചു തന്നു. പിന്നെ അന്ന് അവിടെ പാസ്ത മെഷീനിൽ ഇപ്പൊ അവിടെ ഉണ്ട്, അന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ CTCRA ശ്രീകാര്യത്തെ കപ്പയുടെ പാസ്ത ഉണ്ടാക്കുന്ന മെഷീനിൽ അവിടുത്തെ ടെക്നോളജി വാങ്ങിച്ച് കോൺട്രാക്ട് റിസർച്ച് പ്രകാരം അവിടെ ചക്കയുടെ പാസ്ത ചെയ്ത് ഞാൻ കൈകൊണ്ട് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക്, പക്ഷെ ആ മെഷീൻ വാങ്ങിക്കാൻ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻ വാങ്ങിക്കാൻ പരീക്ഷണം നടത്താനുള്ള അത് പറ്റാത്തത്. അപ്പൊ അവിടെ പോയപ്പോ അവിടുത്തെ ഇൻക്യുബേഷൻ സെന്ററിൽ അങ്ങനെ ചെയ്ത് അത് വിജയിച്ച്. അങ്ങനെ പിന്നെ പാസ്ത ഇപ്പോഴും ചെയ്തോണ്ട് 8-9 വർഷമായിട്ട് ആദ്യമായിട്ട് ചക്ക പാസ്ത ചെയ്തത് ഞാനും ആ CTCRA മെഷീനിൽ അങ്ങനെ ചെയ്തത്. അപ്പൊ അതങ്ങ് വിജയിച്ചു. അത് വിജയിച്ചു. പക്ഷെ അല്ല, പാസ്തയുടെ കൂടെ തന്നെ സത്യം പറഞ്ഞ ആ മാഡമാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ക്ലാസ്സിൽ 2 ദിവസത്തെ ക്ലാസ്സിൽ പോയി. അപ്പൊ മാഡം ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു മത്സരം വന്നപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ സ്വന്തമായിട്ട് 12 സാധനം ചെയ്തോണ്ട്, അന്നേരം തോന്നിയ ഐഡിയ വെച്ച് 12 സാധനം ചെയ്തോണ്ട്. അപ്പൊ അവിടെ 25 പേരോളം മത്സരത്തിലുണ്ടായിരുന്നു.
പൂവാറ് ശാന്തിഗ്രാമിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് എനിക്കായിരുന്നു എന്നെ ഫസ്റ്റ് കിട്ടിയത്. അന്നേരം എനിക്ക് സത്യം പറഞ്ഞാൽ റൈറ്റ് വേ അതെന്ന് മനസ്സിലായി. ശരിയാണ്, നമ്മൾ പുതിയതായിട്ട് ഒരാൾ വന്നിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇതൊന്നും ഇല്ലാതെ ചെയ്യും. അല്ലാതെ കുക്കർ ഇങ്ങനെ എല്ലാം ചെയ്യും, എന്ത് കണ്ടാലും എല്ലാം ചെയ്യും. ഞണ്ട് കെട്ടിയാലും അതിന്റെ തോടെടുത്ത് വേറെ എന്തെങ്കിലും കാണിക്കും, അങ്ങനെ എല്ലാവരും കൈ കിട്ടുന്നതിനൊന്നും നമ്മൾ വെറുതെ. അത് കാരണം എനിക്ക് അങ്ങനെ ഒരു ശീലമാണ്. എന്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ വിജയം ആ മത്സരമായിരുന്നു. അതെ, അതിനുശേഷം പിന്നെ അനന്തപുരി ചക്ക ഫെസ്റ്റിവല് അതിലൊക്കെ വന്നപ്പോ അതിൽ എന്റെ പ്രൊഡക്റ്റിന് ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ ഞാൻ മക്കളെ പങ്കെടുപ്പിച്ച് അവർക്കും കിട്ടി. അപ്പൊ അവർക്കാണ് സത്യം പറഞ്ഞ എന്നെക്കാൾ കൂടുതൽ ബർഗർ, പാസ്ത, പിസ്സ ഒക്കെ ടേസ്റ്റ് അറിയാവുന്നതും ഇതൊക്കെ നന്നായിട്ട് എല്ലാത്തിനെ കുറിച്ച് അറിയാവുന്ന അവർക്കാണ്. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അവരാണ് സത്യം പറയുക ഇതെല്ലാം പോയി പുറത്തെല്ലാം പോയി കഴിച്ചിട്ടൊക്കെ അവർക്ക് അതിന്റെ ടേസ്റ്റും അറിയാം. അവരാ പറഞ്ഞത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം പുതിയ സാധനങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ ഇതുകൊണ്ട് പരീക്ഷിക്കും. അപ്പൊ പിന്നെ കേട്ടാണോ ആളുകൾ വാങ്ങാൻ തുടങ്ങിയത് ഈ ചക്ക? അന്നേരം തന്നെ ആ വർഷം തന്നെ ഞാൻ നമ്മുടെ ആലപ്പുഴ ജില്ല നൂറിനാട്ട് പണയില് ഈ ഇത്രയും നമ്മുടെ എല്ലായിടത്തും ചക്കയുണ്ട്. അപ്പൊ ഒരു 2 ദിവസത്തെ ക്ലാസ് വെച്ചിട്ട് കുടുംബശ്രീ അങ്ങനെയുള്ള കുറച്ച് പേരെ വിളിച്ചു കൂട്ടി ഒരു ക്ലാസ് വെച്ചിട്ട് ഞാൻ സ്വന്തമായ രീതിയിൽ ഒരു മേളയൊക്കെ നടത്തി. അന്നേരത്തേക്കിന് ആൾക്കാർക്കൊരു അവയർനെസ്, ഇത്രയും പാഴാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞാൽ അവരെല്ലാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം എല്ലാം 2-3 മണിക്കൂറുള്ളിൽ വിറ്റുപോയി. അപ്പൊ അങ്ങനെ അതും ഒരു നല്ല കാര്യമായിരുന്നു. പൈസയൊക്കെ കുറച്ചായെങ്കിലും പക്ഷെ നമുക്കൊരു സന്തോഷം നൽകിയ കാര്യമായിരുന്നു അതൊക്കെ. പിന്നെ അതിൽ നിന്ന് ഞാൻ അവിടെ തന്നെ ഒരു യൂണിറ്റ് ഇട്ടു. അവിടെ തന്നെ അതെങ്ങനെയാ അപ്പൊ നമുക്ക് അന്നേരം ആ സാമ്പത്തിക അല്ല അത് ഞാൻ ആദ്യം അങ്ങ് തുടങ്ങുമായിരുന്നു ചെയ്തത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്തു. പക്ഷെ പിന്നെ SFAC ഞാൻ ഈ പാസ്ത ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ അന്നത്തെ മിനിസ്റ്റർ പറഞ്ഞ് SFACയിൽ ഇങ്ങനെ, എനിക്ക് SFACയെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. സുനിൽകുമാർ സാറാ പറഞ്ഞത് SFAC കേരള എന്നുണ്ട്, അത് ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അവിടെ പോയി സംസാരിച്ച് നോക്കി അറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ആ ഒരു മെഷീന്റെ സബ്സിഡി ഒക്കെ തന്നു. ആ മെഷീന്റെ സബ്സിഡി SFAC കേരളയുടെ സാമ്പത്തിക സഹായം അതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടി. പിന്നെ ഞാൻ അധികം മെഷീൻസ് ഒന്നും വാങ്ങിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മൾ മെഷീൻ എല്ലാം കൂടെ കൂട്ടുന്നല്ല, എനിക്ക് ഇപ്പൊ എന്നെക്കാൾ കൂടുതൽ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ അതാണ് ക്ലാസ് എടുക്കുന്നിടത്ത് സ്ത്രീകളോട് പറയാറ്. സ്ത്രീകളും കുട്ടികളും അല്ലാത്തവരും എല്ലാം ക്ലാസ്സിന് വരാറുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഞാൻ പോയി ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറൊരു എയിമാണ് ഉള്ളത്. ഇതൊന്നും പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് നല്ലൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ ഐഡിയാസ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പോയിട്ട് കിട്ടിയ ഐഡിയാസ് മാം ഉപയോഗിച്ചിട്ടുണ്ടോ പിന്നീട്? ഞാൻ സത്യം പറയാം വേറൊരാടെ വീഡിയോ പോലും കാണത്തില്ല. എനിക്ക് അങ്ങനല്ല, എനിക്ക് ഈ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ KVKയുടെ സാധനങ്ങൾ ഞാൻ കായംകുളം KVK പഠിച്ച ചപ്പാത്തി, സൂപ്പ്, പപ്പടം, സ്ക്വാഷ്, ജാം അതെല്ലാം അവിടുത്തേതാണ്. പക്ഷെ അല്ലാതെ ഈ ചെയ്ത് നോക്കിയ ന്യൂജൻ പ്രോഡക്ട്സ് മൊത്തം അങ്ങനെ ഒരു ട്രെൻഡ് അത് സ്വന്തമായിട്ട് അന്ന് ചെയ്ത് നോക്കി. ഞാൻ അത് കാണാറേ ഇല്ല, ഞാൻ വീഡിയോ കാണത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് സത്യം നമ്മൾ ഇതെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ്. പാസ്ത മെഷീൻ ഒന്നും പാസ്തയും ആരും ചെയ്തിട്ടില്ല, പാസ്ത മെഷീനും അന്നെങ്ങും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ പോയത്. ഇത് ഞാൻ 1 വർഷം സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് അടുത്തിരുന്ന ശ്രീകാര്യം അറിയാൻ പറ്റിയത്. അല്ല, 1 വർഷം കഴിഞ്ഞാ കിട്ടിയത്. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറൊരാളെ അനുകരിച്ച് ചെയ്യണമെന്ന് തോന്നിയില്ല. എനിക്ക് സ്വന്തമായിട്ട് സ്വന്തം രീതിയിൽ ചെയ്യണമെന്നാ തോന്നി. അത് പക്ഷെ കുറെ എടുത്തു. അത് ഒരു പുറത്തോട്ട് അറിഞ്ഞു വരാൻ അങ്ങനെ അങ്ങ് പെട്ടെന്ന് അവാർഡ് കിട്ടണം അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് വരാൻ കുറച്ച് സമയം. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. വീട്ടമ്മയായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു സംരംഭകയുടെ റോളിലേക്ക് എത്തി. അവിടുന്ന് വളർന്ന് ഒരു അവാർഡ്, അതും സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുമ്പോൾ അതിന് അത്രയും വാല്യൂ ഉണ്ട്. അത് വന്നപ്പോ എങ്ങനെയായിരുന്നു ഒരു ഫീല്? അത് നല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 7-8 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 25 വർഷത്തെ മാനസികമായിട്ടുള്ള കാര്യം മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം സംരംഭകയാകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തേങ്ങയിൽ ചെയ്യണമെന്ന് ആലോചിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി അതെല്ലാം അങ്ങനെ വിട്ടുപോയി. പിന്നെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളായിരുന്നു അന്നും നോട്ടം. പക്ഷെ വീട്ടിലെല്ലാത്തരം കൃഷി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അന്നൊന്നും ഇതിനൊന്നും താല്പര്യമേ ഇല്ല. നെല്ലും ഒന്നും കണ്ട് നമുക്ക് ചൊറിയും ഭയങ്കര പ്രശ്നം, ഇങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ പിന്നീട് അതിനെല്ലാം കുറച്ച് പ്രായമായപ്പോ അതെനിക്കൊന്ന് അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ചെയ്ത് കണ്ട് വീട്ടിലും അത് കണ്ട് ശീലമായതുകൊണ്ട് നമുക്ക് പിന്നീട് അതിനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ തോന്നിയെങ്കിലും ഇതെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഒരു ചക്ക എടുത്താൽ ഞാൻ 12 മണി വരെയൊക്കെ ചെന്ന് 1 കഷ്ണം ചക്കയും കൊണ്ട് നിന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെല്ലാം ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 3 വർഷമാണ് ഞാൻ ഇത്രയും സത്യം പറയാം എല്ലാ പ്രോഡക്റ്റും ചെയ്തത്. എല്ലാം ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ ഞാൻ ഇത് തുടങ്ങി 3 വർഷത്തിനുള്ളിൽ ചെയ്ത്. പിന്നീടാണ് പിന്നെ ഓരോ മത്സരത്തിന് കൊണ്ടുപോയി
കൊണ്ടുപോയി അങ്ങനെ ചെയ്തു. അപ്പൊ ഇപ്പോഴും ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ന്യൂസ് 3 കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് വീട്ടമ്മമാരായിട്ടുള്ളവർ, ചക്ക ഒരുപാട് വീട്ടിലുള്ളവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കിത് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം അല്ലെ മാമിനെ? വിളിക്കാം. എനിക്ക് ചക്കയും ഞാൻ ക്ലാസ് എടുക്കുക, ചക്ക, ഏത്തക്ക, പൈനാപ്പിള്, തഴുതാമ, എല്ലാ അരി എല്ലാത്തിന്റെ ക്ലാസ് എടുക്കാറ് ഞാൻ ചെയ്ത. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ആധികാരികമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചെയ്ത റെസിപ്പീസ് പോയി ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണ്? അതെന്നിട്ട് അവര് വിളിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക്, ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ അവര് തരുന്ന പൈസക്കല്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത്രയും സമയത്തിനുള്ളിൽ ഇപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് എന്തൊക്കെ പറയാം. ഞാൻ ആദ്യം തന്നെ ഒരു ചക്ക എടുത്ത് അതിന്റെ മുള്ളു കൊണ്ട് ആകാശമുനി ഉണ്ടാക്കാം, പല്ല് തേക്കുന്ന പൊടി ഉണ്ടാക്കാം, അതിനകത്തിരിക്കുന്ന ആ മടല് കൊണ്ട് പിന്നെ എന്താ നമുക്ക് വറവെല്ലാം ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് കറികൾ ഉണ്ടാക്കാം, ചകിണി കൊണ്ട് പിന്നെ മിക്സ്ചർ ഉണ്ടാക്കാം, അതിനകത്തില് ബജി ഉണ്ടാക്കാം. അതിനെ ഉണക്കി പൊടിച്ച് ചകിണിയും മടലും എല്ലാം ഉണക്കി പൊടിച്ച് കാലിത്തീറ്റ ഏറ്റവും ലാസ്റ്റ് കാലിത്തീറ്റയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് രാവിലെ ചക്കപ്പൊടി കൊണ്ട് പല്ല് തേച്ച് ചക്ക സോപ്പിട്ട് കുളിച്ച് ചക്ക ചായ കുടിച്ച് ചക്ക ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, ദോശ, പുട്ട്, പൂരി, എന്ത് വേണമെങ്കിലും പാസ്ത എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി രാവിലെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് 11 മണിക്ക് സ്നാക്സ്, ചക്ക ബജി, ചക്കപ്പഴം ബജി, പിന്നെ ഈ മോമോസ്, ഇതെല്ലാം ഉണ്ടാക്കി നമുക്ക് ഒരു സ്നാക്സ്. പിന്നെ 12-1 മണിക്ക് നല്ല ചക്ക സദ്യ, എല്ലാം ചക്കയുടെ ചക്ക സദ്യ ഉണ്ടാക്കാം, ചക്കക്കുരു സദ്യ ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ കൊറോണ ടൈമിൽ എല്ലാവർക്കും ഒരു വാഴയ്ക്ക കൊണ്ട് നമുക്കൊരു സദ്യ ഉണ്ടാക്കാം, ഒരു കഷ്ണം ചക്ക കൊണ്ട് ഒരു സദ്യ ഉണ്ടാക്കാം. നമ്മളിതൊന്നും നമുക്കിതൊക്കെ കിട്ടിയാലേ അടങ്ങൂന്ന് വെച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ സദ്യ കഴിഞ്ഞു, അത് കഴിഞ്ഞാല് പിന്നെ ചായക്ക് സ്നാക്സ് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാം. കട്ട്ലറ്റ് എന്ത് വേണേലും ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോ കുറച്ച് വൈനും കുറച്ച് ചക്ക വൈന്, പാസ്ത, ചപ്പാത്തി, പൂരി, ഒരു ദിവസം കറികള് ഇടിച്ചക്ക കൊണ്ട് നമുക്ക് ചിക്കന്, മട്ടന്, ബീഫ്, മീൻകറി, എന്തിന്റെ ടേസ്റ്റ് മടല് കൊണ്ടുണ്ടാക്കാം. അതെല്ലാം ബീഫിന്റെ ടേസ്റ്റ് ഗംഭീരം. എനിക്ക് ക്ലാപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം ഒരു ദിവസം മൊത്തം ചക്ക. പക്ഷെ നമ്മൾ മടിക്കില്ല എന്നുള്ളതാണ്. കാരണം എല്ലാം വെറൈറ്റി സാധനങ്ങളായതുകൊണ്ട് പലതരം മസാലകൾ ചേർത്ത് പലതരം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ സമയോട് അവസാനം സമയം പോയതേ അറിഞ്ഞില്ല. ചക്കപ്പഴം കൊണ്ട് നിരവധി അതെ, അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. മൊത്തം ചക്ക വിഭവങ്ങളാണ്. ഞങ്ങളുടെ കുറെ ചക്ക പ്രേമികൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് മാമിന്റെ ചക്ക വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചക്കപ്പഴം പായസങ്ങള്, പിന്നെ അതുകൊണ്ട് പഞ്ചാമൃതം, അരവണ, പിന്നെ അത് കഴിഞ്ഞ് ചക്കക്കുരു കൊണ്ട് നിരവധിയായ ചോക്ലേറ്റ്സ്, ഗുലാബ് ജാമുൻ, ബർഫി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, സ്നാക്സ്, സ്വീറ്റ്സ് ആയിട്ടുള്ളത്, പായസങ്ങള്. ഇതിനൊക്കെ റെസിപ്പി ചോദിച്ചാൽ ഇന്നത്തെ ദിവസം പോരാ നമുക്ക്. അതുകൊണ്ട് എന്തായാലും ഇനി ഒരു ദിവസം കൂടിയൊക്കെ നമുക്ക് ഈ ചക്ക വിഭവങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് കുറെ അറിവ് തരാനും ഒക്കെ മാമിനെ ഒന്നുകൂടി വിളിക്കാൻ തോന്നുന്നു. എന്തായാലും വളരെയധികം നന്ദി ഞങ്ങൾക്ക് ഇത്രയും അറിവ് പകർന്നു തന്നതിന്. ഇനി നമുക്ക് കാണാം വീണ്ടും. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി. താങ്ക് യു. അപ്പൊ നമുക്കിനി പോവാം അറിയാം. കടുത്ത ചൂടുകാലമാണിത്. ഇനിയും തുടരും വേനൽ. ഭക്ഷണത്തിൽ കൃത്യമായി ചിട്ടകൾ പാലിച്ചില്ലെങ്കിലും ആരോഗ്യത്തെയും അത് ബാധിക്കും. ഈ കാലയളവിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത്, ഇതേക്കുറിച്ച് പറയാൻ SUT ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റായ പ്രീതി ആർ നായർ ചേരുകയാണ് നമുക്കൊപ്പം. സ്വാഗതം മാം ന്യൂസ് 3യിലേക്ക്. എല്ലാ കാലത്തും വെള്ളം കുടിക്കുന്നത് ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ എന്തൊക്കെ കഴിക്കണം, കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. എന്താണ് ഒരു ആമുഖമായി പറയാനുള്ളത് വേനൽക്കാലത്തെ കുറിച്ച്? വേനൽക്കാലം നമുക്ക് കടുത്തൊരു വേനലാണ്. ഈ സമയത്ത് രോഗങ്ങളും ആരോഗ്യ പ്രശ്നമൊക്കെ എല്ലാരും ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ഭക്ഷണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ല വിറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഫുഡ് തന്നെ വേണം. എല്ലാവരെയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത്. അത് പ്രധാനമാണ് വെള്ളം കുടിക്കുന്നതിന്റെ കാര്യം. നമ്മുടെ ശരീരം കൂടുതൽ ചൂടേൽക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം നഷ്ടപ്പെടും. ആ വെള്ളം നഷ്ടപ്പെടുമ്പോൾ ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ പോയ വെള്ളം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിൽ കൂടുതൽ വെള്ളം നഷ്ടപ്പെടുക മാത്രമല്ല, നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു 2.5 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാര് ഒരു 3.5 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം.
അതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വഴിവക്കിലും തട്ടുകടയിലും ഒക്കെ കിട്ടുന്ന ഈ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന വെള്ളം ഒന്നും കുടിക്കാതിരിക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഛർദി, വയറിളക്കം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെ, പലരും ദാഹിക്കുമ്പം കാണാം കൊക്കോകോള, പെപ്സി, മിറൻഡ അല്ലെങ്കിൽ ഏതെങ്കിലും കോള ബിവറേജസോ അല്ലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളോ ഒക്കെ കുടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടിട്ട് ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബോട്ടിൽ വെള്ളങ്ങളും കഴിവതും ഒഴിവാക്കി നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന വെള്ളങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത് കരിക്കിൻ വെള്ളം, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, മോരിൻ വെള്ളം, ഇതുപോലെയുള്ള വെള്ളം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി കുടിക്കുന്ന വെള്ളം ഏറ്റവും നല്ല ശുദ്ധമായിരിക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. ശരി മാം, നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, ആഹാര കാര്യത്തിലും കൂടി ശ്രദ്ധിക്കണമല്ലോ. കാരണം നമ്മളിപ്പോൾ ചിക്കനൊക്കെ അല്ലാത്ത സമയത്ത് കഴിച്ചാൽ തന്നെ നമുക്ക് ശരീരം ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. അപ്പോൾ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആഹാര വസ്തുക്കളാണ് ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്? അതെ, ഈ വേനൽക്കാലം നമ്മൾ വേറെ ഒരു ക്ലൈമറ്റ് പോലെയല്ല, മറ്റ് ക്ലൈമറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം ഭക്ഷണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വേറൊരു കാലാവസ്ഥയിൽ ആഹാരത്തിന്റെ അളവ് കൂടിയാലും വേറെ വയറിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എന്നാൽ ഈ ചൂടുകാലത്ത്, വേനൽക്കാലത്ത് ഭക്ഷണം കൂടുതൽ അളവിൽ കഴിച്ചാൽ അസിഡിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും മിതമായിരിക്കണം, അളവ് നിയന്ത്രിച്ച് കഴിക്കണം. ചെറിയ ഭക്ഷണ ഇടവേളകൾ ഇട്ട് കഴിക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ ആഹാരത്തിൽ കൂടുതൽ ജലാംശം ഉൾപ്പെടുത്തണം. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടാകണം. കാര്യം അതിൽ നാരുകൾ ധാരാളമായിട്ട് ചെന്നാൽ മാത്രമേ ദഹനം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ, കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം നല്ല കൃത്യമായിട്ട് ആരോഗ്യപ്രദമായിരിക്കണം. ഇനിയും നാരുകളുള്ള ഭക്ഷണത്തിന് മുൻഗണന നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് പഴങ്ങളും പച്ചക്കറികളുമാണ്. ഈ വേനൽ ചൂടിൽ നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ സ്കിന്നിനുള്ള ചേഞ്ചസ് ഉണ്ടാക്കാം. അതുപോലെ വിറ്റമിൻസിന്റെ കുറവുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ നികത്താൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് സഹായിക്കും. പിന്നെ കൊഴുപ്പ് കുറഞ്ഞുള്ള പ്രോട്ടീൻ തന്നെ തിരഞ്ഞെടുക്കണം. ഒരു കൊഴുപ്പുള്ള പ്രോട്ടീൻ എന്ന് വരുമ്പോൾ മാംസാഹാരങ്ങൾ, ഇറച്ചി വർഗ്ഗങ്ങൾ, ബീഫ്, മട്ടൺ, അതുപോലെയുള്ള കൊഴുപ്പ് കൂടുതലുള്ള ദഹനക്കേടുണ്ടാകാം. അല്ലെങ്കിൽ അത് ദഹിക്കാൻ താമസം വരികയും വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകും. എന്നാൽ അതല്ലാതെ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള മത്സ്യം, കോഴിയിറച്ചി, അതുപോലെ പിന്നെ മുട്ട, ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പുകൾ ഉപയോഗിക്കാം. ഇതെല്ലാം മിതമായിട്ട് മാത്രം. അതുപോലെ ഏറ്റവും കൊഴുപ്പിനെ കുറച്ചിട്ടുള്ള ഭക്ഷണം വേണം. നിയന്ത്രണം വേണ്ടത് കൊഴുപ്പിന്റെ അളവാണ്. ഏറ്റവും എണ്ണയിൽ വറുത്തുപൊരിച്ച ഭക്ഷണങ്ങള്, ബേക്കറി പലഹാരങ്ങള്, പ്രോസസ് ചെയ്ത ആഹാരങ്ങൾ, അതുപോലെ തന്നെ കോള പാനീയങ്ങള്, സോഫ്റ്റ് ഡ്രിങ്ക്സുകള്, അതുപോലെ ഏറ്റവും പഞ്ചസാര കൂടുതലുള്ള ആഹാരങ്ങള്, എരിവ്, മസാല, പുളി കൂടുതലുള്ളത്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പം ബിരിയാണി പോലെയുള്ള ആഹാരങ്ങള്, അതെല്ലാം കഴിവതും ഒന്ന് കുറച്ചു വെക്കണം. ഇത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടും, മാത്രമല്ല ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഡോക്ടർ, നമ്മൾ മറ്റൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അവരുടെ ഭക്ഷണക്രമത്തിലും വെള്ളം കുടിക്കുന്ന, ഇപ്പം മുതിർന്നവരെ പോലെ അവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ഒരു പ്രകൃതം, സ്കൂളിൽ പോകുമ്പോൾ, അങ്ങനെ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ട ആഹാരവും ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമേ കഴിക്കുകയുള്ളൂ കുട്ടികൾ. പക്ഷെ വീട്ടിൽ അമ്മമാർ കൊടുത്തുവിടുന്ന ഫുഡ് പാക്കേജ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അവർക്ക് ഒരു ബോട്ടിൽ വെള്ളം നിർബന്ധമായിട്ട് കൊടുത്തുവിടണം. ഒരു 1 ലിറ്റർ ബോട്ടിൽ കാണണം. അത് കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. തിരിച്ച് വെള്ളം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിളിച്ച് ഇൻഫോം ചെയ്യണം. കുട്ടി വെള്ളം കുടിക്കുന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് പറയണം. പക്ഷെ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്തുവിടുക. കളർ ചേർത്തിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് പോലെയുള്ളതൊന്നും കൊടുത്തുവിടേണ്ട. അതുപോലെ തന്നെ ആഹാരം കൂടുതൽ ദഹിക്കുന്ന ഫുഡ് തന്നെ കുഞ്ഞിനായിരിക്കണം. സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഐസ്ക്രീം പോലെയുള്ള മധുരം കൂടുതലുള്ള ഫുഡ് ഐറ്റംസും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒന്നും കുഞ്ഞിന് കൊടുക്കണ്ട. എപ്പോഴും എളുപ്പം ദഹിക്കുന്ന ആഹാരം, ആവിയിൽ വേവുന്ന ഭക്ഷണമാണെങ്കിൽ നല്ലത്. വറുത്തു പൊരിച്ച ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് ഐറ്റംസ് ആണ്. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളൊക്കെ വയറിന് ബുദ്ധിമുട്ടുണ്ടാകാം ഈ വേനൽക്കാലത്ത്. അതുകൊണ്ടിട്ട് കൂടുതലായിട്ടും ആവിയിൽ വേവുന്ന ആഹാരങ്ങളോ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഫുഡ് ഐറ്റംസോ ഫ്രൂട്ട് കട്ട്സുകളോ അല്ലെ വെജിറ്റബിൾസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സൂപ്സുകളോ ജ്യൂസുകളോ ഒക്കെ കുഞ്ഞിന് കൊടുത്തു വിടുന്നത് നല്ലത്. ശരി, എന്തായാലും വേനൽക്കാലത്ത് എന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട എന്ന് പ്രേക്ഷകർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു. ന്യൂസ് 3യുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥിയും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.